ഗുരുവായൂരിൽ ആനകളെ പാപ്പാന്മാർ മർദ്ദിച്ചതിൽ ഇടപെട്ട് ഹൈക്കോടതി. ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് അറിയിക്കാൻ ദേവസ്വത്തിന് നിർദ്ദേശം. ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതി നടപടി. കേസ് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ഗുരുവായൂരിൽ ആനകളെ പാപ്പാന്മാർ മർദ്ദിച്ചതിൽ ഇടപെട്ട് ഹൈക്കോടതി. ആനക്കോട്ടയിൽ ഓഡിറ്റ് നടത്തണം, CCTV ഉറപ്പാക്കണമെന്നും പരിശോധന നടത്താനും കോടതി നിർദ്ദേശം. ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ടല്ലേ ഇപ്പോൾ ഇക്കാര്യങ്ങൾ അറിഞ്ഞതെന്നും ആനക്കോട്ടയിൽ എന്താണ് നടക്കുന്നത് എന്നതിനെപ്പറ്റി ദേവസ്വത്തിന് അറിയുമോ എന്നും കോടതി ആരാഞ്ഞു. ദേവസ്വം അധികൃതർ നടപടി നേരിടേണ്ടി വരുമെന്ന് കോടതിയുടെ മുന്നറിയിപ്പ്. നടപടിയെടുത്തതിന്റെ വിശദാംശങ്ങൾ അറിയിക്കാമെന്ന് ദേവസ്വം അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ആനകളെ പല ദിവസങ്ങളിലായി ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അന്തരിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത നടക്കിരുത്തിയ കൃഷ്ണ എന്ന ആനയെയും ജൂനിയർ കേശവനെയും പാപ്പാന്മാർ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇത്. പല ദിവസങ്ങളിലായി മർദ്ദിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പാപ്പാന്മാരെ ദേവസ്വം ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. മീഡിയ ടൈം, കൊച്ചി.